ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് വയ്ക്കാവുന്ന ഒരു നിർദ്ദേശം, അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ സ്ത്രീ ജനങ്ങൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണെങ്കിൽ അത് കേവലം സംസ്ഥാനത്തെ പകുതി ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യം. പകുതി ജില്ലകളിൽ മാത്രം ആണ് കാര്യമായ പ്രയോജനം സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ വടക്കൻ ജില്ലകളിലൊക്കെ അത്ര പ്രയോജനം ലഭിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകുമ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എല്ലാ സ്ത്രീകൾക്കും ഒരേമാതിരി സൗജന്യം ലഭിക്കണമെന്നൊരു തീരുമാനം ഉണ്ടായാൽ KSRTC സംബന്ധിച്ചിടത്തോളം വടക്കൻ മേഖലയിലൊന്നും വ്യാപിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളുടെയും കൂടി സഹായം വേണം. ഞങ്ങളും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സൗജന്യ യാത്രയോട് ഞങ്ങളും സർക്കാരിനോട് യോജിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. സർക്കാർ ഇപ്പോൾ KSRTCക്ക് ചെയ്യുന്ന മാതിരി ഞങ്ങളും 0 ടിക്കറ്റിംഗ് അടിച്ചു കൊടുക്കാം. അത് ആ പണം ഞങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി തന്നാൽ മാത്രമേ സ്വകാര്യ ബസ്സുകൾക്ക് ഇനി സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഈ ടാക്സ് കുറവ് കൊണ്ടൊന്നും മാത്രം സ്വകാര്യ ബസ്സുകൾ നമുക്ക് ഇടാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഞങ്ങൾ ഡീസലിലൊക്കെ വലിയ വില കുറയ്ക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത കാലത്ത് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പുകളൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് എത്രത്തോളം കുറയ്ക്കും, കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് മാത്രം കുറയ്ക്കുമോ, വിലയിൽ ബാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നാളെ കേന്ദ്ര ഗവൺമെൻറ് ഡീസലിന് വില കുറയ്ക്കും, അല്ലെങ്കിൽ അത് കുറയും ഇത് കുറയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തു നിൽക്കാനൊന്നും ഞങ്ങളെക്കൊണ്ട് കഴിയില്ല. അടിയന്തരമായി ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പുനഃചിന്തനം നടത്തി ബസ്സുകൾ ഓടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഒരു മുന്നറിയിപ്പില്ലാതെ ഏത് നിമിഷവും നിന്നു പോകുന്ന സ്ഥിതിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്.